ഹലോ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ അഷ്ടമി അവസാനിച്ചു. അഷ്ടമിയുടെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആയത്. ഇത്തവണ ആദ്യമായിട്ടാണ് അഷ്ടമിയുടെ കൂടിക്കാഴ്ചയും വിടപറച്ചിൽ ചടങ്ങുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനും പോയത്. എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ അഷ്ടമിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഷ്ടമിയുടെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12ാമത്തെ ദിവസം വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും തമ്മിലുള്ള വിടപറച്ചിലാണ്. ആ ഒരു വലിയ ചടങ്ങ് നമുക്ക് കാണാൻ പറ്റി. അതായത് വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും വിട പറയുന്ന അഷ്ടമിയുടെ ഏതാണ്ട് ഒരു അവസാനത്തെ ചടങ്ങ് അതാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ആറാട്ടോട് കൂടിയിട്ടാണ് അഷ്ടമി അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ചടങ്ങ് കാണാൻ പറ്റി എന്നുള്ളത് തന്നെ എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് വരെ കാണാത്തൊരു കാര്യമാണ്. അപ്പോൾ വൈക്കങ്കാരി എന്ന നിലയിൽ ഒരു തവണയെങ്കിലും നമ്മൾ അഷ്ടമി ഒന്ന് കാണണം, എന്തൊക്കെയാണ് അതിൻ്റെ ചടങ്ങുകളൊക്കെ കാണണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും ഇത്തവണ സാധിച്ചു. നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ചെറിയ സന്തോഷമൊക്കെ ഉണ്ടല്ലോ. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഏകദേശം 12 ദിവസം പോയില്ലെങ്കിലും അഷ്ടമി ഒട്ടുമിക്ക ദിവസങ്ങളിലും അഷ്ടമി മിസ്സാക്കിയിട്ടില്ല. അഷ്ടമിക്ക് അമ്പലത്തിൽ പോവും, എൻജോയ് ചെയ്യും ഒക്കെ ചെയ്തു. ഇത്തവണ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് കൊണ്ടാണോ അതോ മൊത്തത്തിൽ ഇത്തവണ അങ്ങനെ ആയിരുന്നോ എന്നറിയില്ല, ഭയങ്കര തിരക്കായിരുന്നു വൈക്കത്തെ അഷ്ടമിക്ക്. ഇത്രയും ആളുകളെ ഒന്നിച്ച ഒരു സ്ഥലത്ത് ഞാൻ ഇന്ന് വരെ എവിടെയും കണ്ടിട്ടില്ല. അതിൻ്റെതായ ഒരു ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇത്രയും ആളുകളുടെ ഇടയ്ക്ക് പോയി നിന്നിട്ട് നമുക്ക് ആകപ്പാടെ എന്തൊക്കെയോ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അഷ്ടമി എന്തായാലും 12 ദിവസവും നല്ല കളർഫുള്ളായിട്ട് തന്നെ പോയി. വെളുപ്പിന് 4 മണിയായപ്പോഴാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ 4 മണി വരെ ഞാനും അച്ഛനും അമ്മയും കുഞ്ഞും ഒക്കെ ഉറങ്ങാതെ തന്നെ ഇരുന്നു. കാരണം ഇത്രയും തിരക്കും അമ്പലം ഫുള്ള് ലൈവായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഉറക്കവും ക്ഷീണവും അങ്ങനെയൊന്നും വന്നില്ല. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ക്ഷീണമൊക്കെ വന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അഷ്ടമി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ വൈക്കത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ടാണ്. അത് അടുത്ത വർഷം മാർച്ചിൽ വടക്കുപുറത്ത് പാട്ട് ആരംഭിക്കും. ഇനിയിപ്പോൾ അപ്പോഴാണ് അഷ്ടമിയുടേതായ അത്രയും തന്നെ ജനത്തിരക്ക് ഒരു വശം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയിട്ടാണ് വിടപറച്ചിൽ ചടങ്ങൊക്കെ കുറച്ച് വൃത്തിയായിട്ട് കണ്ടത്. കുഞ്ഞൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈക്കത്തപ്പൻ തിരിച്ച് അമ്പലത്തിലേക്ക് വരുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ കുറേ പേരൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചെറുതായിട്ടാണെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.